എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. പലതും വലിച്ചെറിയാൻ പറ്റാത്തതാണ്, പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ അതിനേക്കാൾ ഹസാർഡസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിന് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ ഈസിനെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന പലതും മാരകമാണ്. ലോകത്ത് പല രാജ്യങ്ങളിലും നിരോധിച്ച സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് ഐറ്റംസ് ആണ്. നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാൻ അടക്കമുള്ള എല്ലാ യൂട്ടൻസിലും സത്യത്തിൽ അതിൻ്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് ടെഫ്ലോൺ ആണ്. ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ എന്ന് പറയുന്ന സാധനമാണ്. എന്നാൽ നമ്മൾ വാഹനത്തിനൊക്കെ ടെഫ്ലോൺ കോട്ടിങ് അടിക്കില്ല, അതേ ടെഫ്ലോൺ തന്നെയാണ്. അതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ശരിക്കും USA-ലും UK-യിലൊക്കെ നിരോധിച്ച സാധനമാണ്. ആ രാജ്യത്ത് ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വികസിത രാജ്യങ്ങൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അത് പറ്റില്ല എന്നൊന്ന് ഉപേക്ഷിച്ച സാധനങ്ങളാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. ആ നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാനിൻ്റെ മുകളിലുള്ള കോട്ടിങ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ മീൻ വറുക്കാനും അല്ലെങ്കിൽ അങ്ങനെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഓയിൽ വെച്ച് ഹൈ ടെമ്പറേച്ചറിൽ മോർ ദാൻ 300 ഡിഗ്രി സെൽഷ്യസിൽ ഈ സാധനം ചൂടാകുമ്പോൾ അതിൽ നിന്ന് ഫ്യൂംസ് വരുന്നതാണ്. അങ്ങനെ വരുന്ന ഫ്യൂംസ് രണ്ട് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, ഇൻഡോർ ആകുമ്പോൾ വീടിനകത്ത് തന്നെ ഫ്യൂംസ് ഉണ്ടാകും, പുറത്ത് പോയാൽ നാട്ടുകാർക്ക് മൊത്തം പ്രശ്നമാണ്. രണ്ടാമത്തത്, ഇതിൻ്റെ കെമിക്കൽസ് അല്പാൽപ്പമെങ്കിലും നമ്മുടെ ഫുഡിൽ ചേരാനും അത് കർസനോജനിക്കാണ്, ക്യാൻസറിന് സാധ്യത ഉള്ളതാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരു റിസ്ക് ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ലോകത്ത് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ള സാധനമാണ് ടാൽക്കം പൗഡർ. നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ എന്ന് പറയുന്ന സാധനമില്ലേ, എല്ലാവരും ഒന്നും ഉപയോഗിക്കുന്നില്ല, പല ആളുകളും ഉപയോഗിക്കാറുണ്ട്. കുഞ്ഞു വാവ മുതൽ പല ആളുകളും പല ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ചിലർക്ക് വേറപ്പിൻ്റെ നാറ്റം, ചിലർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം, ഇങ്ങനെ പറഞ്ഞിട്ടാണ്. സത്യത്തിൽ ഇതൊരു തരം കല്ലിൻ്റെ പൊടി മാത്രമാണ്. സിലിക്കണും മാഗ്നീഷ്യവും ഓക്സിജനൊക്കെ മിക്സ് ചെയ്തൊരു സാധനമാണ്. സ്മെല്ലിന് വേണ്ടി പല ഫ്രാഗ്രൻസും ആഡ് ചെയ്യുന്നു മാത്രം. ഈ സാധനത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് രണ്ട് ഇഫക്റ്റുകളാണ് പ്രധാനമായിട്ടും. ഒന്ന്, ലങ് ക്യാൻസറിന് കാരണമാകുന്നു. ഇതിൻ്റെ വളരെ നേർത്ത പൗഡർ ആയതുകൊണ്ട് നമ്മൾ അറിയാതെ ശ്വസിച്ച് പോകുന്നു എന്നുള്ളതാണ് ഒരു പഠനം. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ടത്, കുഞ്ഞു കുട്ടികൾ മുതൽ നമ്മുടെ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നമ്മുടെയൊക്കെ സ്കിന്നിൻ്റെ പുറത്ത് ശരിക്കും സ്വെറ്റ് ഗ്ലാൻസും സ്വെറ്റ് പോസും ഉണ്ടെന്നാണ്, ചെറിയ ദ്വാരങ്ങളുണ്ടെന്ന് പറയാം. ശരിക്കും അങ്ങനെയുള്ള ദ്വാരങ്ങൾ നമ്മൾ പുട്ടിയിട്ട് അടയ്ക്കുന്നതിന് തുല്യമായിട്ട് അടച്ചു കളയാണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്ത ഇഫക്റ്റുകളാണ്. സ്വെറ്റിൻ്റെ അളവ് കുറയുന്നു, അതനുസരിച്ച് ആരോഗ്യം കുറയുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഒരു പരിധി വരെ ആവശ്യമില്ല എങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ടാൽക്കം പൗഡർ. ഞാൻ ഈ പറയുന്ന ഏത് ഐറ്റം ആണെങ്കിലും ഒരു പ്രത്യേക ബ്രാൻഡാണ് ഗുണമില്ലാത്തതെന്നല്ല കേട്ടോ പറയുന്നത്. ഈ സംഭവമേ ശരിയല്ല എന്നാണ്. ടാൽക്കം പൗഡർ നമ്മൾ പൗഡർ എന്നാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പുതിയ തലമുറയിൽ കുറഞ്ഞിട്ടുണ്ട് ഈ പൗഡർ ഉപയോഗിക്കുക എന്നുള്ള രീതി. വെറും ഒരു കല്ലിൻ്റെ പൊടി മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനകത്ത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ലുകൾ ആഡ് ചെയ്യുന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും ഒരു ആരോഗ്യകരമായിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ടാൽക്കം പൗഡർ എടുത്ത് കളയാൻ സമയമായി. ഇനി അത് വാങ്ങിക്കില്ല എന്ന് തീരുമാനിക്കാനുള്ള സമയമായി എന്നാണ് ഞാൻ പറയാം. ഇനി ഇതുപോലെ മാരകമായ മറ്റൊരു കാര്യമാണ് അലൂമിനിയം യൂട്ടൻസിൽസും അലൂമിനിയം ഫോയിലും. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഇതിൽ പ്ലാസ്റ്റിക്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ പൊതിയുക, പ്ലാസ്റ്റിക്കിൽ ഭക്ഷണം വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അലൂമിനിയം ഫോയിലേക്ക് മാറി എന്നുള്ളതാണ്. സത്യത്തിൽ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഇഫക്റ്റ് ഒന്ന് വേറെയാണ്, അലൂമിനിയം ഫോയിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് ഒന്ന് വേറെയാണ്. അലൂമിനിയത്തിൻ്റെ അംശവും ശരീരത്തിന് ആവശ്യമുള്ളതിലധികം വന്നു കഴിഞ്ഞാൽ അൾഷിമേഴ്സ് അടക്കമുള്ള അസുഖങ്ങളും കർസനോജനിക്കുവാണെന്നാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ അലൂമിനിയം പാത്രത്തിൽ ചോറ് വെക്കുക, അലൂമിനിയം പാത്രത്തിൽ കറി വെക്കുക, അലൂമിനിയം പാത്രത്തിൽ ചായ ഉണ്ടാക്കുക, അത്തരം പരിപാടികൾ പരമാവധി ഉപേക്ഷിക്കണം. എല്ലാ ഭക്ഷണങ്ങളും പൊതിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിലുകളും പ്രത്യേകിച്ച് ഹോട്ട് ഐറ്റംസ്, ചൂടുള്ളത് ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് കോൾഡ് ഐറ്റംസ് അലൂമിനിയം കണ്ടെയ്നറിൽ കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, അതിനകത്ത് അത്രയും ഡിസോൾവ് ചെയ്യുന്നില്ല എന്നാണ് പറയുക. എന്തായാലും ചെറിയ അളവിൽ പോലും ഇത്തരം മെറ്റൽസ് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് പരമാവധി ഒഴിവാക്കുക. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്, പിന്നെ എന്തുപയോഗിക്കുന്നുള്ളതാണ്. അലൂമിനിയം ഫോയിലിനൊക്കെ പകരം നമ്മൾ നാടൻ വാഴയില ഉപയോഗിച്ചിട്ട് ഫുഡ് ഐറ്റംസ് പൊതിയുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്നതാണ് എനിക്കതിലുള്ളൊരു സജഷൻസ്. അതുപോലെ ഈവൻ നേരത്തെ കോട്ടൺ അടക്കം നമുക്ക് ഉപയോഗിച്ചിട്ട് പാത്രത്തിലിട്ടിട്ട് ടിഫിൻ ബോക്സിലൊക്കെ ഉപയോഗിക്കാം. ആ രീതിയിലാണ് നമ്മൾ ഭക്ഷണം പൊതിയാൻ വഴി കണ്ടെത്തേണ്ടതെന്നുള്ളതാണ്. അലൂമിനിയം ഫോയിലും മാരകമാണ്, ആരോഗ്യത്തിന് നല്ലതല്ല. അതുപോലെ വളരെ പ്രധാനപ്പെട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വീടിനകത്തുള്ള കാര്യം ഞാൻ പറയുന്നത്. വീടിനകത്ത് നമ്മൾ മോത്രപ്പല്ലൻ്റ് എന്നുള്ള രീതിയിൽ ശരിക്കും പാറ്റ ഗുളികകൾ നമ്മുടെ വാഷ് ബേസിനിൽ അല്ലെങ്കിൽ അങ്ങനെ പാറ്റ വരാൻ സാധ്യതയുള്ള അലമാരകളിൽ, പണപ്പെട്ടികളിലൊക്കെ സൂക്ഷിക്കുന്ന കാണാം. സത്യത്തിൽ അത് നാഫ്തലിൻ എന്ന് പറഞ്ഞാൽ ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടാണ്. ആരോമാറ്റിക് കോമ്പൗണ്ട് എന്നൊക്കെ കെമിസ്ട്രി ടേമാണ്. എന്തായാലും ആ കോമ്പൗണ്ടൊക്കെ കാർസിനോജനിക്കാന്ന് നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും കാണാവുന്ന സാധനമാണ്. ഇത് നമ്മുടെ വീട്ടിൽ വെക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഇത് സബ്ലൈമബിൾ ആണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചൂടായാൽ ലിക്വിഡ് ആവാതെ ആവിയായിട്ട് പുറത്തേക്ക് വരുന്ന സാധനമാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ശ്വസിക്കുന്നതോടെ ക്യാൻസറിനുള്ള സാധ്യതയാണ് കൂടി വരുന്നത്. അതുകൊണ്ട് നാഫ്തലിൻ. ഇനി അതിൻ്റെ കൂടെ തന്നെ പറയാം, സാധാരണ ഇതിൽ പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പെസ്റ്റുകളെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലെ പാറ്റ ശല്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ ചെറിയ ചെറിയ ചോക്കുകൾ കിട്ടും, അതുപോലെ ചെറിയ പൗഡറുകൾ കിട്ടും. ഈ സാധനങ്ങളൊക്കെ സംഭവം ഒരുപക്ഷെ ഡയറക്റ്റ് മനുഷ്യനെ അത് ബാധിക്കുന്നില്ല
എന്നാണ് പറയാം. പക്ഷേ വീടിനകത്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ഫ്യൂംസും അകത്ത് തന്നെ നിൽക്കുകയും സ്ഥിരമായി ശ്വസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇൻഡോറിൽ ഉപയോഗിക്കാൻ പാടില്ല ഈ സാധനങ്ങളൊക്കെ, ഔട്ട്ഡോറിൽ ഉപയോഗിച്ചാൽ പോലും. ഇനി മറ്റൊന്നൊരു പക്ഷേ നിങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ തീരെ അനുസരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡുകളാണ്. ഡിഷ് വാഷിന് ഇതൊക്കെ ഇപ്പോൾ വന്നതാണ്, നല്ല ഫാൻസി ഐറ്റംസ് ആണ്, നല്ല കളർഫുൾ ആയിട്ട് സാധനങ്ങൾ വരും, നല്ല ലിക്വിഡാണ്, നല്ല പത വരും, പാത്രങ്ങൾ കഴുകാൻ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രം ഡിഷ് വാഷ് കൊണ്ട് കഴുകിയതിന് ശേഷം സ്മെല്ല് നോക്കാം. എത്ര സമയം നിങ്ങൾ കഴുകിയാലും ചുടുവെള്ളത്ത് കഴുകിയാലും അതിൻ്റെ ഒരു അംശം സ്മെല്ലോടെ ബാക്കിയുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഡിഷ് വാഷിലുള്ള കമ്പോണൻസ് അപ്പോഴും അതിൽ തന്നെ ബാക്കിയുണ്ടെന്നുള്ളതാണ്. ആ ഡിഷ് വാഷിലുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് സൾഫേറ്റുകളുണ്ട്, ഫോസ്ഫേറ്റുകളുണ്ട്, ട്രൈക്ലോസാനുണ്ട്, ഇങ്ങനെ പിന്നെ വേറെ കുറേ ഓർഗാനിക് കോമ്പൗണ്ട്സ് വരുന്നു. ഇത് വേറെ വേറെ കമ്പനിയുടെ വേറെ വേറെ രീതിയിലുണ്ടെങ്കിലും ജനറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതെല്ലാം മനുഷ്യന് അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മാരകമാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് പ്രത്യേക രോഗങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ വരുന്നു. ഇത് എന്തുകൊണ്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. വളരെ ചെറിയ എമൗണ്ടിൽ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഡിഷ് വാഷിന് വേണ്ടി പഴയ സോപ്പ് ഉപയോഗിച്ചാൽ, സോപ്പ് അത്ര മാരകമല്ല എന്നുള്ളതാണ് സത്യം. സോഡിയത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ സോൾട്ടുകൾ മാത്രമാണ്, ഫാറ്റി ആസിഡിൻ്റെ സോൾട്ടുകൾ മാത്രമാണ്. പക്ഷേ ഈ സൾഫേറ്റുകൾ, പ്രത്യേകിച്ച് സോഡിയം ലോറിൽ സൾഫേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാലാണ് കൂടുതൽ മാരകമാകുന്നത്. ഇനി അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ എക്കോ സിസ്റ്റത്തിനെ ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. പ്രകൃതിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആൽഗ വളരാനും മറ്റു കാര്യങ്ങളും അത് വേറെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ ഡിഷ് വാഷ് ലിക്വിഡുകൾ പരമാവധി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ് ഫ്ലോർ ക്ലീനർ എന്ന് പറഞ്ഞിട്ട്, അകത്ത് ടൈലോ ഗ്രാനൈറ്റോ ഒക്കെ ആയിരിക്കും എല്ലാവരുടെ വീട്ടിലും. അത് പിന്നെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും വൃത്തിയാകാൻ വേണ്ടിയിട്ടും ഫ്ലോർ ക്ലീനർ ഉപയോഗിക്കുന്നു. അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫ്ലോർ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴും അവിടെ ഡ്രൈ ആകും. ആ ക്ലീനറായിട്ട് ഉപയോഗിച്ചതിൻ്റെ പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. ആ റൂമിൽ നിന്ന് അത് പിന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് വരുന്നത് എത്ര സമയമാണോ നമ്മൾ വീട്ടിലിരിക്കുന്നത് അത്രയും സമയം നമ്മൾ ഇൻഹേൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കാർസിനോജനിക് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എക്സിമ, അലർജി, ബ്രീത്ത് പ്രോബ്ലംസ്, ലങ് പ്രോബ്ലംസ് ഇതൊക്കെ വരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ലോകതലത്തിൽ നടക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും ഇത്തരം പഠനങ്ങളുടെ റിസൾട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുകയോ അതൊരു നിരോധനത്തിലേക്ക് പോവുകയോ ചെയ്യുന്നില്ല. കാരണം കോർപ്പറേറ്റ് കുത്തകകളുടെ ഒരു വലിയ വരുമാന മാർഗം കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഫ്ലോർ ക്ലീനിങ് ഇതിനേക്കാൾ നല്ല ഓർഗാനിക് ആയിട്ട് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നപ്പോൾ നമുക്ക് യൂക്കാലിപ്റ്റസിൻ്റെ തൈലം ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ എപ്പോഴും നല്ല ഒരു സ്മെല്ല് വീടിനകത്തുണ്ടാകും. അങ്ങനെ പ്രകൃതി തരുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഫ്ലോർ ക്ലീനിങ്ങിന് മറ്റ് ലിക്വിഡുകൾ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് പലരും ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ അത് മറ്റ് പിന്നെ കെമിക്കൽസ് ആണെന്നും അത് ഇൻഹേൽ ചെയ്താൽ പ്രശ്നമുണ്ടെന്നും മനസ്സിലാക്കാം. അടച്ചിട്ട റൂമിലേക്ക് ഒരു സ്മെല്ല് വരും പലപ്പോഴും, പ്രത്യേകിച്ച് നനഞ്ഞ വസ്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സ്മെല്ല് ഒഴിവാകാൻ വേണ്ടി പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് റൂം ഫ്രഷ്നർ. ഈ റൂം ഫ്രഷ്നറും സത്യത്തിൽ ബ്രീത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നുള്ളതാണ്. ലോകത്ത് നടന്ന പഠനങ്ങളിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ പോലും അത് ബാധിക്കുന്നു, ലൈംഗിക ഉത്തേജനത്തിനെ പോലും അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ട്രൈക്ലോസാനോ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നതാണ്. ഈ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ മാറാനും നമ്മുടെ വളർച്ചയും മാറ്റാനും എല്ലാവരും എന്ത് കാര്യങ്ങൾ ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം സന്തോഷവും ദുഃഖവും വളർച്ചയും എല്ലാം തീരുമാനിക്കുന്നത് ഹോർമോണുകളാണ്, അല്ലെങ്കിൽ അത്തരം സെക്രീഷൻസ് ആണ്. ഇതിൻ്റെ ഇംബാലൻസ് എത്രയാണോ ശരീരത്തിന് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതിനെ ബാലൻസ് അല്ലാത്ത ആക്കി മാറ്റുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ താറുമാറാക്കി പോവുകയാണ്. അതുകൊണ്ട് ഇത്തരം റൂം ഫ്രഷ്നറും അധികം ഉപയോഗിക്കാതിരിക്കുക, പറ്റുമെങ്കിൽ ഒട്ടും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ വാച്ചിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ബാറ്ററിയില്ല, ബട്ടൺ ബാറ്ററി, അതിന് മെർക്കുറി സെൽ എന്നാണ് പറയാം. സത്യത്തിൽ മെർക്കുറി എന്ന് പറഞ്ഞാൽ ഹെവി മെറ്റൽ പോയിസണിങ്ങിന് സാധ്യതയുള്ളതാണ്. പഴയ മീനമാത ട്രാജഡി എന്നൊക്കെ പറഞ്ഞ ട്രാജഡി ഉണ്ട്. ഇത് അറിയാതെ പിള്ളേരൊക്കെ എടുത്ത് വായിലിട്ടൊക്കെ ചവയ്ക്കുക, അങ്ങനെയൊക്കെ പെട്ടെന്ന് വിഴുങ്ങിപ്പോകാനൊക്കെ സാധ്യതയുള്ളതാണ്. വിഴുങ്ങിപ്പോയാൽ പോലും അത്ര പ്രശ്നമല്ല. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മെർക്കുറി ഉണ്ടെന്നും അത് ഹെവി മെറ്റൽ പോയിസണിന് കാരണമാകും. അതുകൊണ്ട് അതിങ്ങനെ പ്രകൃതിയിലേക്ക് വലിച്ചെറിയരുത്, മണ്ണിലേക്ക് വലിച്ചെറിയരുത്. അത് പ്രത്യേക രീതിയിൽ ഡംപ് ചെയ്യുക, പരമാവധി അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പക്ഷേ കുറയ്ക്കുക എന്നാൽ വാച്ചിലടക്കം അതുണ്ടാകും, കുറേ അധികം നിലനിൽക്കും. പക്ഷേ ഇത് ഡിസ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അവസാനമായിട്ട് ഒരെണ്ണം കൂടെ പറയുന്നു. ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ കൊറോണ കാലഘട്ടത്തിൽ, കോവിഡ് കാലഘട്ടത്തിൽ ഒരുപക്ഷെ സാധാരണക്കാർ വല്ലാതെ ഫെമിലിയറായ സാധനമാണ് ഹാൻഡ് സാനിറ്റൈസർ. ഈ ഹാൻഡ് സാനിറ്റൈസർ നല്ലതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ് വൈറസ് ഉണ്ടെങ്കിൽ കളയാം. വൈറസ് മാത്രമല്ല, ഏത് വൈറസ് ഉണ്ടെങ്കിലും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപക്ഷെ കൊറോണ കാലഘട്ടത്തിൽ വൈറസുകളുടെ പൊതുവെയുള്ള അറ്റാക്ക്, ജലദോഷത്തിൻ്റെ അളവ് കുറയുന്നു, സാധാരണ പനിയുടെ അളവ് കുറയുന്നു. കാരണം എല്ലാവരും സാനിറ്റൈസ് ചെയ്യുന്നു, എല്ലാവരും മാസ്ക് ധരിക്കുന്നു. ഇങ്ങനെ സാനിറ്റൈസ് ചെയ്യുന്നത് കൊറോണയ്ക്ക് ശേഷവും അല്ലെങ്കിൽ കൊറോണ ഉള്ള സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് തൊട്ടാലും ഉടനെ സാനിറ്റൈസ് ചെയ്യുക എന്ന രീതിയും ചിലപ്പോൾ അപകടകരമാണ്. കാരണം കയ്യിലും കാലിലും തൊലിയിലൊക്കെ ആവശ്യത്തിനുള്ള ബാക്ടീരിയകളും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ശരീരത്തിന് ആവശ്യമുള്ള, പ്രത്യേകിച്ച് തൊലിയൊക്കെ ഇതേപോലെ ഡ്രൈ അല്ലാതെ വെറ്റായിട്ട് നിലനിർത്തുന്ന അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിന്നാക്കി വെക്കുന്ന ബാക്ടീരിയകൾ അടക്കമുണ്ട്. എല്ലാറ്റിനെയും എപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ ചിലർക്കെങ്കിലും അലർജി കാണാം. അതാണ് ഇടയ്ക്ക് പത്രത്തിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഓവർ യൂസേജ് പാടില്ല എന്നും കൂടെ അതിനിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു.